ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് പച്ചമാങ്ങയും അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ പൾപ്പും കൊണ്ടുള്ള ഒരു ജാമാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു ജാം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 നാട്ടുമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നാട്ടുമാങ്ങ എന്ന് പറയുമ്പോൾ പുളി അല്പം കുറവുള്ളതാണ് നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം ഈ മാങ്ങയുടെ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞ് ഇതുപോലെ ഒന്ന് എടുക്കുക. പിന്നീട് നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തൊന്ന് എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ച് ജ്യൂസാക്കി ഒന്ന് കൊണ്ടുവരാം. ഇതേ രീതിയിലാണൊന്ന് അടിച്ച് ജ്യൂസാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇത് അരിപ്പിലിടുന്ന അരിച്ച് അതിൻ്റെ ആ ഒരു വേസ്റ്റ് എല്ലാം ഒന്ന് കളയുക. എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വേനൽക്കാലത്ത് വളരെയേറെ പ്രയോജനകരമായിട്ടുള്ള ഈ ഒരു ജാം നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഇത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് ജ്യൂസ് ഒന്ന് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 5 കറ്റാർ വാഴയുടെ തണ്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പൾപ്പാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പൾപ്പെല്ലാം നമുക്കൊന്ന് എടുത്ത് ഈ പാത്രത്തിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. പിന്നെ ആ ഒരു പൾപ്പെല്ലാം എടുത്ത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് ഇതേപോലെ ജ്യൂസാക്കി കൊണ്ടുവരിക. എന്നിട്ട് അത് വീണ്ടും നമുക്ക് പഴയതുപോലെ മാങ്ങയുടെ ജ്യൂസ് അരിച്ചെടുത്തതുപോലെ ഇതും ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം അരിച്ചെടുത്ത ആ ഒരു മാങ്ങ ജ്യൂസ് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ മാങ്ങ ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കറ്റാർ വാഴയുടെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കറ്റാർ വാഴയുടെ ജ്യൂസും അതുപോലെ തന്നെ മാംഗോ ജ്യൂസും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങളിത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് നമുക്ക് ഈ ഒരു ജാം തയ്യാറാക്കുന്നതിന് വേണ്ടി എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാട്ടുമാങ്ങ തന്നെ വേണം ഈ ഒരു ജാം തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പഞ്ചസാരയും ജ്യൂസും തമ്മിലൊന്ന് നല്ലതുപോലെ മിക്സ് ആയി കഴിയുമ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറ്റാർ വാഴയുടെ പൾപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഒരു 1/2 കപ്പും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ കറ്റാർ വാഴയുടെ പൾപ്പെല്ലാം ഒന്ന് വെന്ത് കഴിയുമ്പോൾ പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത കസ്കസാണ് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം 1 കപ്പ് കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആദ്യം നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതിന് ശേഷം വേണം കസ്കസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കസ്കസും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് സമയം ഇത് നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു ജാമിനുള്ള ആ ഒരു കറക്റ്റ് പരുവം ആകുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. കണ്ടില്ലേ? ഇപ്പൊ ഏകദേശം ഒന്ന് തിളച്ചു കഴിയുമ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ വെള്ളത്തിൽ കലർത്തിയത് ഒരു 1/2 കപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ മറ്റുള്ള ഒരു കെമിക്കലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതാ ഒരു ജാമായി വരുന്നതിന് വേണ്ടിയാണ് കോൺഫ്ലവർ കലക്കിയ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇപ്പൊ ഇതുപോലെ വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കിയത് ഇതിനകത്തേക്ക് ഒരുമിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനിയും ഇത് ഒരു കാരണവശാലും നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കുക. കാരണം ഇനി ഇത് നല്ലതുപോലെ കട്ടിയായി വരും. ഒരുപാട് കട്ടിയായി വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജാമിന്റെ പരുവം മാറി ഒരു കട്ടിയായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ വളരെ ചൂട് കുറച്ച് വേണം ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി ഒരു 15 മിനിറ്റ് സമയം ഇത് നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നിർത്താതെ ഇളക്കി കൊടുത്തു കഴിയുമ്പം ഇത് നമ്മുടെ ഒരു ജാമിന്റെ ആ ഒരു കറക്റ്റ് പരുവത്തിനുള്ള രീതിയിൽ വരും. അങ്ങനെ ആ ഒരു കറക്റ്റ് പരുവത്തിനുള്ള രീതിയിൽ വന്നു കഴിയുമ്പം വേണം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഇതങ്ങ് കട്ടിയായി പോകരുത്. അങ്ങനെ കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ ഇത് കൂടുതൽ ജെല്ലായിട്ട് മാറും. ജാമിന് ഒരു കാരണവശാലും അതുപോലെ ഒരുപാട് ജെല്ലിയായിട്ട് മാറരുത്. അതുകൊണ്ട് കണ്ടില്ലേ, ഇതതിൻ്റെ ഒരു കറക്റ്റ് പരുവാണ്. ഈ സമയത്താണ് നമുക്കിത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി വെക്കുക.
ഇറക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക.